സ്തനാർബുദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീർ ചിസ്തി സംസാരിക്കുന്നു. സ്തനത്തിലെ അഥവാ മാറിടത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളർന്ന് ട്യൂമർ അഥവാ മുഴയായി രൂപപ്പെടുന്ന രോഗമാണ് സ്തനാർബുദം. ആഗോളതലത്തിൽ തന്നെ സ്ത്രീകളിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ആണ് സ്തനാർബുദം. എന്നാൽ വളരെ അപൂർവമായി പുരുഷന്മാരെയും ഈ അസുഖം ബാധിച്ചേക്കാം. 8 സ്ത്രീകളിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലത്തിൽ സ്തനാർബുദം ബാധിക്കാം എന്നാണ് കണക്കുകൾ പറയുന്നത്. കൂടുതലായി കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിലും യഥാസമയം അസുഖം കണ്ടെത്തിയാൽ വളരെ ഫലപ്രദമായി ചികിത്സ നേടി രോഗവിമുക്തി നേടുവാൻ കഴിയും എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇനി സ്തനാർബുദം ബാധിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൂടുതലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ തന്നെയാണ് സ്തനാർബുദം കാണപ്പെടുന്നത്. പ്രായാധിക്യം ആണ് ഒരു പ്രധാന ഘടകം. 40 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ ഉള്ള സ്ത്രീകളെയാണ് സ്തനാർബുദം കൂടുതലും ബാധിക്കുന്നത്. എന്നിരുന്നാലും പ്രായം കുറഞ്ഞ സ്ത്രീകളിലും ചിലപ്പോൾ സ്തനാർബുദം കാണാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി അഥവാ പാരമ്പര്യം ആണ് മറ്റൊരു പ്രധാന ഘടകം. മാതാവിനോ സഹോദരികൾക്കോ സ്തനാർബുദം വന്നിട്ടുണ്ടെങ്കിൽ അത് അപകട സാധ്യത കൂടുതലാക്കുന്നു. BRCA എന്ന് പറയുന്ന ജീനിലെ കാതലായ മാറ്റങ്ങളും അർബുദ സാധ്യത കൂട്ടുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ ആർത്തവം തുടങ്ങിയ സ്ത്രീകളിലും വളരെ വൈകി ആർത്തവ വിരാമം വരുന്നവരിലും സ്തനാർബുദം കൂടുതലായി കാണുന്നു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ചികിത്സ എടുത്തിട്ടുള്ളവരിലും സ്തനാർബുദം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. തീരെ ഗർഭം ധരിച്ചിട്ടില്ലാത്തവരിലും ആദ്യത്തെ പ്രസവം താമസിച്ചാകുന്ന സ്ത്രീകളിലും സ്തനാർബുദം കൂടുതലായി കാണാറുണ്ട്. ശരിയായ കാലയളവ് വരെ കുഞ്ഞിന് മുലയൂട്ടാതിരിക്കുന്നതും സ്തനാർബുദം ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. ഇനി ഇതിനെല്ലാം പുറമെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുമുണ്ട്. മദ്യപാനം, പുകവലി എന്നീ 2 ദുശ്ശീലങ്ങൾ തന്നെയാണ് ഇവയിൽ ഏറ്റവും പ്രധാനം. മറ്റ് ക്യാൻസറുകളെ പോലെ തന്നെ സ്തനാർബുദം ഉണ്ടാകുവാനും ഈ 2 ദുശ്ശീലങ്ങളും ഏറിയ തോതിൽ കാരണമാകുന്നുണ്ട്. അമിത മേധസ്സും വ്യായാമത്തിൻ്റെ കാര്യമായ അഭാവവും ഇത്തരം ഘടകങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സ്തനത്തിൽ അതായത് മാറിടത്തിലോ പിന്നെ കക്ഷത്തിലോ പുതിയതായി രൂപപ്പെടുന്ന മുഴകളാണ് അർബുദത്തിൻ്റെ പൊതുവായ ലക്ഷണം. എന്നുവെച്ച് എല്ലാ മുഴകളും അർബുദം തന്നെ ആവണം എന്നുമില്ല. ചിലപ്പോൾ ഒരു വശത്തെ മാറിടം തന്നെ മുഴുവനായും വലുതാവുന്നതായും കാണാറുണ്ട്. മുലക്കണ്ണിൽ നിന്നും ഉണ്ടാകുന്ന രക്തസ്രാവം, ചർമ്മത്തിൽ ഉണ്ടാവുന്ന കാര്യമായ മാറ്റങ്ങൾ എന്നിവയും ചിലപ്പോഴൊക്കെ അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാവാറുണ്ട്. സാധാരണയായി പല സ്ത്രീകളിലും ആർത്തവ സമയത്തോ അതിനു മുൻപോ മാറിൽ അനുഭവപ്പെടുന്ന വേദന അർബുദ ലക്ഷണം അല്ല. എന്നാൽ കൂടിയും ഇവർ മുഴ ഇല്ല എന്ന് പരിശോധനയിലൂടെ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ യഥാസമയം ഡോക്ടറെ കാണിച്ച് പരിശോധനകൾ നടത്തേണ്ടതാണ്. അർബുദം ഉണ്ടോ ഇല്ലയോ എന്നറിയുവാൻ സാധാരണഗതിയിൽ മാമോഗ്രഫി എന്ന് പറയുന്ന പ്രത്യേകതരം എക്സ്റേ ആണ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ പ്രായം 35 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ മാമോഗ്രഫി അത്ര ഫലപ്രദം ആവാറില്ല. അതുകൊണ്ട് ഇവർക്ക് അൾട്രാസൗണ്ട് സ്കാൻ ആണ് നിർദ്ദേശിക്കുന്നത്. മാമോഗ്രഫിയിലോ അൾട്രാസൗണ്ട് സ്കാനിലോ സംശയാസ്പദമായ രീതിയിൽ മുഴകൾ കണ്ടാൽ അവയിൽ നിന്നും FNAC അതായത് സൂചി കുത്തിയെടുത്തുള്ള പരിശോധന ആണ് അടുത്തതായി വേണ്ടി വരുന്നത്. FNACയിലൂടെ മുഴയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏതാണ്ട് അറിയുവാൻ കഴിയുമെങ്കിലും കൂടുതൽ വ്യക്തത നേടുവാനായി ദശയെടുത്ത് പരിശോധിക്കുന്ന ബയോപ്സി ടെസ്റ്റ് എന്നുള്ളതും കൂടി ആവശ്യം വന്നേക്കാം. ഇതിനായി അവിടെ മാത്രം മരവിപ്പിച്ച് ചെയ്യുന്ന കോർ കട്ട് ബയോപ്സി എന്ന രീതിയോ അല്ലെങ്കിൽ മരവിപ്പിച്ച് തന്നെ ചെറിയ മുറിവുണ്ടാക്കി ചെയ്യുന്ന ഇൻസിഷൻ ബയോപ്സി എന്ന രീതിയോ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇനി സ്തനാർബുദം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ എന്ന് നോക്കാം. ശസ്ത്രക്രിയ തന്നെയാണ് സ്തനാർബുദത്തിൻ്റെ പ്രധാന ചികിത്സാ രീതി.
മാറ് മുഴുവനായും നീക്കം ചെയ്യുന്ന മാസ്റ്റെക്ടമി അല്ലെങ്കിൽ മുഴയും ചുറ്റുമുള്ള ദശകളും നീക്കം ചെയ്യുന്ന ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്നീ 2 രീതികളും പ്രാബല്യത്തിലുണ്ട്. ഇതോടൊപ്പം തന്നെ പലപ്പോഴും കക്ഷത്തിലെ കഴലകൾ നീക്കം ചെയ്യുന്ന ആക്സിലറി ഡിസെക്ഷൻ എന്ന ശസ്ത്രക്രിയ കൂടി ചെയ്യേണ്ടി വന്നേക്കാം. ഈയിടെയായി മുഴയും അതിനു ചുറ്റുമുള്ള ദശകളും നീക്കം ചെയ്തു കഴിഞ്ഞാലും മാറിൻ്റെ ആകൃതിക്ക് കാര്യമായ കേടുപാട് വരുത്താത്ത രീതിയിൽ ചെയ്യുന്ന ഓങ്കോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയാ മാർഗവും പ്രാബല്യത്തിലുണ്ട്. ഇനി ശസ്ത്രക്രിയ കൊണ്ട് മാത്രം പലപ്പോഴും ചികിത്സ പൂർണ്ണമാകുന്നില്ല. നീക്കം ചെയ്ത ഭാഗത്തിൻ്റെ പരിശോധനാ ഫലം അനുസരിച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി, ഇമ്മ്യൂൺ തെറാപ്പി എന്നിങ്ങനെ പല അനുബന്ധ ചികിത്സകളും ആവശ്യം വന്നേക്കാം. പണ്ടുകാലത്ത് ധാരാളം പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്ന ഈ ചികിത്സാ രീതികൾ ഇപ്പോൾ വളരെയധികം ഫലപ്രദം ആണെന്ന് മാത്രമല്ല, പാർശ്വഫലങ്ങൾ തീരെ കുറവും ആണ്. ചിലപ്പോഴൊക്കെ മുഴയുടെ വലിപ്പം കൂടുതലായിരിക്കുകയോ ചർമ്മത്തിലെ മാറ്റങ്ങൾ സങ്കീർണമായിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ അനുബന്ധ ചികിത്സാ രീതികൾ ആദ്യമേ സ്വീകരിച്ച് അസുഖത്തിൻ്റെ തീവ്രത കുറച്ച ശേഷം ശസ്ത്രക്രിയയിലേക്ക് പോകുന്ന രീതിയും അവലംബിക്കേണ്ടി വന്നേക്കാം. ഇതിൽ ഏത് ചികിത്സ നടത്തിയാലും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തി മുഴ തിരിച്ചു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഇനി നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം സ്തനാർബുദം തടയാൻ സാധിക്കുമോ എന്നാണ്. പാരമ്പര്യം അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായ അപകട സാധ്യത കൂടുതലുള്ളവരിൽ അർബുദം തടയാൻ സാധിക്കുകയില്ല. എന്നാലും മധ്യവയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾ സ്വയം മാറിടം ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മുഴകൾ മാറിലോ കക്ഷത്തിലോ രൂപപ്പെടുന്നോ എന്ന് സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് യഥാവിധം പരിശോധനകൾ നടത്തി അസുഖമില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. ഇനി അഥവാ അർബുദം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പോലും പ്രാരംഭ ദിശയിൽ തന്നെ ഉചിതമായ ചികിത്സ തേടുകയാണെങ്കിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ പൂർണ്ണമായി വർജിക്കുന്നതും കൃത്യമായ അളവിൽ വ്യായാമം ചെയ്യുന്നതും. ഇത്തരം മാർഗങ്ങളിലൂടെ ഒരു പരിധിവരെ സ്തനാർബുദ സാധ്യത കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. സ്തനാർബുദം എന്ന അസുഖത്തെക്കുറിച്ച് അവബോധം നേടുന്നതിലൂടെ യഥാസമയം അസുഖം നിർണയിക്കുവാനും ഉചിതമായ ചികിത്സ നേടുവാനും സാധിക്കുന്നതാണ്. സ്തനാർബുദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീർ ചിസ്തി. ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. പ്രകാശധാര